Flashback. Let's talk about the bloody tortillas of lunch. Oh shit! All the species just added over here. Since 2019. Guys, we are at the last stop. ഞങ്ങൾ ബട്ടർഫ്ലൈ പാർക്കിൽ പിന്നെയും പോയി. അവിടെ പിന്നെയും ഓപ്പൺ അല്ല, മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് ബട്ടർഫ്ലൈസ് ഉറങ്ങുമായിരിക്കും. അയ്യോ നെക്സ്റ്റ് ഞങ്ങൾ ഇവിടെ ഒരു ക്വിൽ സിറ്റി മാൾ. ഷോപ്പിംഗ് ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നോക്കാം എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോന്ന്. ദിസ് ഇസ് ദ ലാസ്റ്റ് സ്റ്റോപ്പ്. ഇനി അങ്ങോട്ടൊന്നുമില്ല. ഹായ് ആനയും മത്സ്യം. പർച്ചേസ് ചെയ്തില്ല. അമ്മ എന്തൊക്കെയൊക്കെയോ വാങ്ങി. പിന്നെ ഞാൻ എന്തൊക്കെയൊക്കെയോ കണ്ടപ്പോൾ ആദ്യം കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങി. പിന്നെ എന്താ വാങ്ങി, ഞാനൊരു ബ്രേസ്ലെറ്റ് വാങ്ങി. അങ്ങനെ എന്തോ എല്ലാം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ തന്നെയില്ലേ, അതുകൊണ്ട് എനിക്കൊന്നും വാങ്ങാൻ അങ്ങനെ തോന്നിയില്ലായിരുന്നു. ഒന്ന് ചെരുപ്പ് വാങ്ങണം എന്നുണ്ട്, കാരണം ചെറുതായിട്ട് ചെരുപ്പ് പൊട്ടുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ പോയാലും ഇടാലോ, അതിന് വേണ്ടിയിട്ട് കണ്ട ഇത്ര വാങ്ങി. ഫൈനലി ഷോപ്പിംഗ് കഴിഞ്ഞു. ഞങ്ങൾ അങ്ങനെ അധികം ഒന്നും വാങ്ങിച്ചില്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചെന്ന് മാത്രം. ഇനി നാളെ സ്ട്രീറ്റ് ഷോപ്പിംഗ് വേറെ ഉണ്ടാവും. ഇത് ജസ്റ്റ് മാളിൽ കണ്ടപ്പോൾ ഇങ്ങനെ ഇവിടെ ടൂറിംഗറ്റ് എന്ന് പറയുമ്പോൾ ഒരു റിങ്കറ്റ് 22-23 കണ്ടാണ്. അപ്പോൾ ടൂറിംഗറ്റ്സ് അതിന് അത്രയും റേറ്റിൽ ഇവിടെ ഡോളർ സ്റ്റോർ എന്നൊക്കെ പറയില്ല, അതുപോലെ ആ റേറ്റിൽ ഇവിടെ ഒരു കടയുണ്ട്. അപ്പം അങ്ങനെ കടയിൽ നിന്ന് എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചു. ഞാൻ ഇത് വാങ്ങി. ഈ ഒരെണ്ണം കേട്ടോ, ഈ മറ്റേ കളർഫുൾ ആയിട്ടുള്ളത്. മറ്റേ രണ്ടാണ് ഞാൻ എൻ്റെ കയ്യിലിട്ടിരുന്നത്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിലേക്കായിട്ടുള്ളത്, ലൈക്ക് ഭംഗിയുള്ളത് കാണുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കാണുമ്പോൾ, അതായത് നമ്മൾ യൂഷ്വലി കാണുന്ന സാധനങ്ങളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കാണുമ്പോൾ റേറ്റ് കുറവ് രീതിയിൽ കാണും. പക്ഷെ നമ്മൾ ലിമിറ്റിൽ ഇതാണ് വാങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെയിറ്റ് ഒരു ഇഷ്യൂ ആവരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്. തളർന്നോടിഞ്ഞ് ദാഹിക്കുന്ന എനിക്ക്. കഴിക്കലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട്, വെള്ളം കൂടി ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു പ്രശ്നം. ഇവിടെ കുറേ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ എന്താ പറയുക, മറ്റേ ക്രിസ്മസ് ആയിട്ടുള്ള ലെവലിൽ കുറച്ച് ഫെയറൊക്കെ പോലെ ഉണ്ട്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ കണ്ടു, പിന്നെ വേണ്ടെന്ന് വെച്ചതാ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ന്യൂ പ്ലേസിൽ ചെക്ക് ഇൻ ആണ്, അത് ഇനി അവിടെ വെച്ച് കാണാം. ന്യൂ പ്ലേസിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ഐബിസ് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു. ഐബിസ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു.
ട്വിൻ ടവർ വ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് വിൻഡോ കൂടെ വ്യൂ ഇല്ല. അത് മേ ബി ടെസ്റ്റ് വ്യൂ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ചേട്ടൻ്റെ ആരുടെങ്കിലും ഒക്കെ റൂമിലുണ്ടാവും. സോ ഐ ഷോ യു ദ റൂം. ഡോറ് തുറന്ന് കയറുമ്പോൾ തന്നെ ബാത്റൂം ഉണ്ട്. ബാത്ത് ടബില്ല, അതിൻ്റെ ഒരു കുറവ് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. ബിക്കോസ് എനിക്ക് ബാത്ത് ടബ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വലിയൊരു ഫുൾ സൈസ് മിറർ ഇവിടെയും ഉണ്ട്. ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. ടി വി എല്ലാം ഉണ്ട്. എല്ലാം നോർമൽ എല്ലാം തരത്തിലുള്ള റൂമൊക്കെ പോലെ തന്നെ. ട്വിൻ ടവർ അമ്മേ ജനലെ കണ്ടില്ലെങ്കിൽ എന്താ, അവിടെ നോക്ക്, ഇവിടെ നോക്ക്, അതെങ്കിലും ഉണ്ടല്ലോ. അങ്ങനെ ട്വിൻ ടവർ ഉണ്ട്. പിന്നെ ജസ്റ്റ് ഒരു കബോർഡ് പോലെ ഉണ്ട്. അമ്മ ഈസ് വർക്കിംഗ്. ആൻഡ് ഇവിടെ അടാറ് വ്യൂ ആണ്. ഉഫ്, ദിസ് ഇസ് ദ വ്യൂ. അയ്യോ, ഇത് ഇങ്ങനെ ഇങ്ങോട്ട് അതിങ്ങനെ ഇത് ഞാനങ്ങോട്ട് വീഴാൻ പോണ പോലെ, അങ്ങനെ ഒരു ഇതും ഇല്ലാതെ ഇതാണ്. പക്ഷെ എന്താണ് ഇവിടെ ട്വിൻ ടവറും KL ടവറും ഒരു ടവറും കാണുന്നില്ല കേട്ടാ. കുഴപ്പമില്ല, ആരുടെങ്കിലൊക്കെ റൂമിലുണ്ടാവും. ഇവിടെ ഇങ്ങനെ ഒരു വ്യൂവും കൂടി ഉണ്ട്. ഇത് ആക്ച്വലി മറ്റേ കോറിഡോർ ഭാഗത്ത് ഉള്ളൊരു വിൻഡോയിലാണ്. അതപ്പോൾ വേറെ സൈഡാണ്, സിറ്റിയുടെ ഇപ്പുറത്തെ സൈഡാണ് കാണിക്കുന്നത്. ഞങ്ങൾക്ക് 4 റൂംസ്, അതായത് ഞങ്ങളുടെ 3 പേരുടെ റൂം ഒരേ കോറിഡോറാണ്. ഒരു 2 പേരുടെ റൂം മാത്രം അപ്പുറത്തെ കോറിഡോറാണ്. ബട്ട് ഞങ്ങൾക്ക് 4 പേർക്ക് ട്വിൻ ടവർ വ്യൂ കിട്ടിയില്ല. ട്വിൻ ടവർ അല്ല, ഒരു ടവർ വ്യൂവും കിട്ടിയിട്ടില്ല. കോസ്റ്റ്യൂം ചേഞ്ച് കഴിഞ്ഞു. ഇനി പിന്നെ പുറത്തിറങ്ങി. വൈകുന്നേരം ഇപ്പോൾ 7 മണിയായി. അപ്പോൾ ഞങ്ങൾ പിന്നെ കണ്ട ഇപ്പോൾ ജീൻസും ടോപ്പും ഇട്ടു ഞാൻ. എല്ലാവരും അമ്മ ഡ്രസ്സ് മാറിയില്ല, അമ്മ റെസ്റ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് തോന്നിയില്ല ഡ്രസ്സ് മാറിയോ, ഇതൊക്കെ ധാരാളം എന്നുള്ള ലെവലിലായിരുന്നു അമ്മയുടെ മൈൻഡ് സെറ്റ്. ചിലവരൊക്കെ ഡ്രസ്സ് മാറി, ചേട്ടനൊക്കെ ചെറുതായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ചുമ്മാ റോട്ടിൽ കൂടെ നടക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ചേച്ചി എന്താ എന്നത് ഈ വീഡിയോസ് വന്നിട്ട് എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽസ് എല്ലാം വന്നു. ഇത് ഓംലെറ്റ്, ഇത് അമ്മയുടെ സ്പെഷ്യൽ, ഇത് അമ്മയുടെ സ്പെഷ്യൽ എഗ് ഫ്രൈഡ് റൈസ് പ്രിപ്പയർഡ് ബൈ എ പാകിസ്ഥാനി ഷെഫ്. പിന്നെ അതിങ്ങനെ ടോമിയും ഫ്രൈഡ് റൈസാണ്. ടോമിയും ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, അങ്ങനെയുള്ള ഐറ്റംസ്. ബാക്കി ഐറ്റംസ് വരുന്നതായിരിക്കും ഇനി. ഫോട്ടോ എടുത്തോ. എൻ്റെ സ്പെഷ്യൽ മീനോടെ ഞങ്ങളുടെ മലേഷ്യയിലെ ലാസ്റ്റ് ഡിന്നറാണ്. താൽക്കാലികം. നാളെ ഡിന്നർ എയർപോർട്ടിൽ വെച്ചിട്ടല്ലേ അപ്പോൾ ഇങ്ങനത്തെ നല്ല ഫുഡൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ എയർപോർട്ട് ഫുഡ് ബർഗറൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. താൽക്കാലികമായിട്ടുള്ള ലാസ്റ്റ് ഡിന്നറാണ്. അത് ഇത്രയും യമ്മി ആയത് ഞാൻ അരുണേട്ടനോടും എൻ്റെ ഏട്ടത്തിയോടും നന്ദി രേഖപ്പെടുത്തുന്നു ഈ നിമിഷം. Baby, this love, I'll never let it die. Can't be touched by no one. I like to see them try. I'm a madman for your touch, girl, I've lost control. I'm gonna make this last forever, don't tell me it's impossible. Cause I love you for infinity. I love you for infinity. Cause I love you for infinity. I love you for infinity. പിന്നെയും പൂളിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പം വീഡിയോ എടുക്കാം. ഇന്ന് ഞങ്ങൾ ജസ്റ്റ് എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ ഡേ 3 മലേഷ്യ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. കാരണം ഞങ്ങൾക്ക് ഇനി അടിച്ചു പൊളിക്കാനുണ്ട്. അതൊന്നും വീഡിയോയിൽ ഞങ്ങൾ എടുക്കുന്നില്ല. നാളെ രാവിലെ പൂളിലേക്ക് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കുന്നതായിരിക്കും.
പിന്നെ അപ്പോൾ ഇന്ന് നല്ലൊരു ഹിസ്റ്ററി ജോഗ്രഫി ടൈപ്പ് വീഡിയോ ആയിരുന്നു. എന്താണേലും ഡേ 4 ആയിട്ട് നാളെ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ ബൈ. Love will be a sacrifice, 'cause I love you for infinity. I love you for infinity. ഇനി ഞാൻ വരുന്നത് വിമാനം താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇന്ത്യയിലെത്തുമ്പോഴായിരിക്കും.